പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 4ാം ക്ലാസ്സിന്റെ കിതാബുൽ ഫിഖ്ഹിലെ 6ാമത്തെ പാഠഭാഗമായിട്ട് നമുക്ക് വരുന്നത് അൽ ഉസ്ല്, കുളിയെ കുറിച്ചിട്ടാണ്. എന്താണ് കുളി? നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. അപ്പൊ എങ്ങനെയാണ് കുളിക്കേണ്ടത്? നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ഈ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മനീ പുറപ്പെടുക, ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക, ഹൈല് രക്തം മുറിയുക, നിഫാസ് രക്തം മുറിയുക, അതായത് പ്രസവ രക്തം മുറിയുക, പ്രസവിക്കുക. ഈ കാരണങ്ങളാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. ഇനി ഹൈല് എന്താണ്? ഹൈല് സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം, അതാണ് ഹൈല്. ഏകദേശം 50 വയസ്സ് മുതൽ ഹൈൽ ഉണ്ടാകുന്നതാണ്. ചുരുങ്ങിയത് ഒരു ദിവസവും, സാധാരണ 6-7 ദിവസവും, കൂടിയാൽ 15 ദിവസവുമാണ് ഇതിന്റെ കാലയളവ്. പിന്നെ നിഫാസ, പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ചുരുങ്ങിയത് നിഫാസ് അല്പസമയമാണ്. സാധാരണയിൽ 40 ദിവസവും, കൂടിയാൽ 60 ദിവസവുമാണ്. ഈ കാരണങ്ങളൊക്കെ എന്താണ്? കുളി നിർബന്ധമായ കാരണങ്ങളാണ്. വലിയ ശുദ്ധിയുടെ കാരണങ്ങളാണ് ഹൈലും നിഫാസും. ഇനി ആ കുളിയുടെ ഫർളുകൾ 2 എണ്ണാണ്. ഒന്ന് നിയ്യത്താണ്. കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റു കരുതലാണ്. കുളിയുടെ ഫർളുകൾ 2 എണ്ണം. അതിൽ ഒന്നാമത്തതാണ് ഈ പറഞ്ഞത്. ഇനി രണ്ടാമത്തതാ ശരീരം മുഴുവനും വെള്ളം ചേർക്കലാണ്. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കണം. അപ്പൊ നിയ്യത്തും ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കലുമാണ് കുളിയുടെ ഫർളുകൾ. 2. അപ്പോ എന്താ പിന്നെ പറയുന്നത്? ഉളൂവിന്റെ ഷർത്തുകളെല്ലാം കുളിയുടെയും ഷർത്താണ്. നമ്മള് ഉളൂവിന്റെ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. വെള്ളം തൊഹൂറായിരിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ താഴെ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ അത് കുളിയുടെയും ഷർത്തുകളാണ്. അപ്പൊ കുളിയുടെ ഷർത്തുകൾ എത്രയാന്ന് വെച്ചാൽ 5, കുളിയുടെ ഫർളുകൾ എത്രയാന്ന് വെച്ചാൽ 2. മാറിപ്പോവരുത്. കുളിക്ക് ചില സുന്നത്തുകളുമുണ്ട്. കുളിയുടെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം. ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളൊക്കെ നീക്കം ചെയ്യണം. ചളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തേച്ചുരച്ച് കഴുകണം. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. കുളിയുടെ മുമ്പായി ഉളൂ ചെയ്യുക. കുളി കഴിഞ്ഞ ഉടനെ ഉളൂവിന്റെ ശേഷമുള്ള ദുആ ചൊല്ലുക. നമുക്ക് ഉളൂവിന്റെ ശേഷമുള്ള ദുആ അത് തന്നെയാണ് കുളിയുടെ ശേഷം. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് നമ്മൾ കുളിയുടെ ശേഷം ചൊല്ലേണ്ട ദുആ. 2 പെരുന്നാള്, ജുമുഅ എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാനും കുളി സുന്നത്താണ്. കുളി സുന്നത്തായ സമയങ്ങൾ എപ്പോഴൊക്കെ? ചോദ്യം മനസ്സിലാക്കണം. 2 പെരുന്നാള്, ജുമുഅ, റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കല് സുന്നത്തുണ്ട്. അപ്പൊ എത്രയാണ് പാഠഭാഗത്തിൽ മനസ്സിലാക്കാൻ? നമുക്ക് അതിന്റെ തദ്രിബാത്ത് നോക്കാം. എന്ത് ചെയ്യണം എന്നതാണ്. എന്താണ്? ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കാം. ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കാൻ എന്ത് ചെയ്യണം? ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കാൻ ഉളൂ ചെയ്യണം. പിന്നെ മനി പുറപ്പെട്ടാലോ? മനി പുറപ്പെട്ടാൽ കുളിക്കണം. പിന്നെ ഹൈൽ അവസാനിച്ചാലോ? കുളിക്കണം. കീഴ്വായു പോയതിനു ശേഷം നിസ്കരിക്കാൻ എന്ത് വേണം? ഉളൂ ചെയ്യണം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി നമുക്ക് ഇവിടെ യോജിപ്പിക്കാനാണ്. എന്താണ് യോജിച്ചത്? ചേർത്ത് കൊടുക്കണം. ഒന്നാമത്തത് ഹയല്. അവിടെ നമുക്ക് എന്ത് എഴുതാം? ഹയല് സാധാരണ 6-7 ദിവസം. അപ്പൊ അതിന്റെ നേരെ നമുക്ക് അവിടെ 1 എന്ന് എഴുതി കൊടുക്കാം. സാധാരണയിൽ 6-7 ദിവസം. ഇനി രണ്ടാമത്തത് നിഫാസ്. അപ്പൊ സാധാരണ 40 ദിവസം എന്നെടുത്ത് നമുക്ക് 2 എഴുതി കൊടുക്കാം. ഇനി മൂന്നാമത്തത് കുളിയുടെ ഫർളുകൾ എത്രയാണ്? 2. ഏറ്റവും അവസാനം അവിടെ നമുക്ക് 3 എന്ന് എഴുതി കൊടുക്കാം. 2 എന്നുള്ളിടത്ത് 3 എന്ന് എഴുതാം. ഇനി 4
ഉളൂയിന്റെ ഫർളുകള് എത്രയാണ്? ഉളൂയിന്റെ ഫർളുകള് 6 ഉളൂയിന്റെ ഫർളുകൾ 6. അപ്പൊ നമുക്കവിടെ അതിന്റെ നേരെ 4 എന്ന് എഴുതാം. ഷർത്തുകൾ 5ഉം ഫർളുകൾ 6ഉം ആണ്. ഇനി വലിയ അശുദ്ധി ഉണ്ടാകും. എപ്പോഴാണ് വലിയ അശുദ്ധി ഉണ്ടാകുക? മനി പുറപ്പെട്ടാൽ. ഒന്നാമത്തെ ബോക്സിൽ നമുക്ക് 5 എന്ന് എഴുതാം. ഇനി ചെറിയ അശുദ്ധി ഉണ്ടാകും. എപ്പോഴാണ് ചെറിയ അശുദ്ധി ഉണ്ടാകുക? മൂത്രിച്ചാല്. അത് പിന്നെ നിസ്കരിക്കണമെങ്കിൽ ഉദു വേണം. അതാണ് ചെറിയ അശുദ്ധി ഉണ്ടാകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാം. പിന്നെന്താണ്? ആലോചിച്ച് പറയാനാണ് കുളിയുടെ ശേഷം ചൊല്ലേണ്ട ദുആ. അപ്പൊ അത് നമുക്കിവിടെ നമ്മൾ പഠിച്ചതാണ്. ഞാനിവിടെ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി ഉത്തരം പറയാനാണ്. എന്താണ് കുളി എന്നാൽ? എന്താണ് കുളി എന്നാല്? നിയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. രണ്ടാമത്തെ ചോദ്യം, കുളിയുടെ നിയ്യത്ത് ഏതാകുന്നു? ഏതാണ് കുളിയുടെ നിയ്യത്ത്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വലിയ അശുദ്ധി ഞാൻ ഉയർത്തുന്നു. ഇത് രണ്ടുമാണ് കുളിയുടെ ഏതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. ഇനി മൂന്നാമത്തെ ചോദ്യം, കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏവ? കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനം പറഞ്ഞിരുന്നു. 2 പെരുന്നാള്, ജുമുഅ എന്നിവക്ക് വേണ്ടിയും കുളിക്കാം. പിന്നെ റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കുക. ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും ഒക്കെ നീക്കാന് കുളിക്കുക. ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിലൊക്കെ കുളി സുന്നത്താണ്. ഇനി എന്താണ്? നാലാമത്തെ ചോദ്യം, കുളിയുടെ സുന്നത്തുകളിൽ 4 എണ്ണം എഴുതുക. കുളിയുടെ സുന്നത്തുകളിൽ 4 എണ്ണം ഏതൊക്കെയാണ്? തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഈ 4 കാര്യങ്ങൾ നമുക്കവിടെ എഴുതാം. അടുത്ത എന്താണ്? 5ാമത്തെ ചോദ്യം, കുളിയുടെ ഷർത്ത് ഏതെല്ലാം? കുളിയുടെ ഷർത്തുകള് ഉളൂവിന്റെ ഷർത്തുകൾ തന്നെയാണ്. നമ്മൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. വെള്ളം തൊഹൂറായിരിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, വെള്ളം പകർച്ചയാകുന്ന ചായം പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക, നിത്യ അശുദ്ധി ഉള്ളവർക്ക് സമയമാവുക. ഇങ്ങനെ 5 എണ്ണം കുളിയുടെ ഷർത്തുകളാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തിന്റെ തദ്രിഭാഗത്തിൽ വന്ന ചോദ്യങ്ങള്. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.